വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്കോ സ്നാക്സ് ബോക്സിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇതിലേക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെറുപഴമാണ്. അപ്പോൾ ചെറുപഴം വീട്ടിലുണ്ടാകുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 6 എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എത്രയാണോ മൈദ എടുക്കുന്നത് അതിൻ്റെ പകുതി റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ള ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്കിത് നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് വേണ്ടത്. ലൂസ് ബാറ്റർ ആയാലും നമുക്കിത് കറക്റ്റായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റില്ല. ഈ ഒരു തിക്നെസ്സിലാട്ടോ നമുക്കിത് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ക്രഷ് ചെയ്തിട്ട് ചേർക്കാം. ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആവട്ടോ. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ തേങ്ങ ചിരവിതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തിട്ട് അതായത് ഇതുപോലെ നീളത്തിലങ്ങ് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് കയ്യിലില്ലാത്തവർ ഒരു കവർ കട്ട് ചെയ്തിട്ട് ആ രീതിയിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് 2-3 ബാച്ചായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.